ഏറെ മുറവിളികൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷം പട്ടാമ്പിയിലെ പൊതുശ്മശാനം തുറക്കാൻ അനുമതിയായി. ജില്ലാ കളക്ടറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ലഭ്യമായ ഫണ്ടുകൾ ഉപയോഗിച്ച് നവീകരണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അറിയിച്ചു. പട്ടാമ്പിക്കാരുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആവശ്യത്തിനുള്ള അംഗീകാരം ജില്ലാ കളക്ടർ നൽകിയിരിക്കുകയാണ്. പട്ടാമ്പി ശ്മശാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പണി നടത്തുന്നതിനുള്ള ലൈസൻസാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. പട്ടാമ്പിയിലെ സമൂഹത്തിന്റെ ഏറെക്കാലത്തെ ആവശ്യമായ പൊതുശ്മശാനം തുറക്കാനാണ് ഇപ്പോൾ അനുമതി ലഭ്യമായത്. വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ ആരോപണങ്ങൾക്കും മുറവിളികൾക്കുമാണ് ഇതോടെ പരിഹാരമായത്. ജില്ലാ കളക്ടറാണ് ശ്മശാനം തുറക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. പട്ടാമ്പി പഞ്ചായത്തായിരിക്കുമ്പോൾ 1970 നമ്പ്രം റോഡിൽ പൊതുശ്മശാനം സ്ഥാപിച്ചത്. 2012 UDF ഭരണസമിതിയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്പ്രത്തുള്ള സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനം സജ്ജീകരിച്ച് തുറക്കാൻ ശ്രമിച്ചെങ്കിലും പ്രദേശവാസികളുടെ പരാതിയിൽ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ തുറക്കാനായില്ല. വാതക ശ്മശാനത്തിന്റെ ചില ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അനുമതി ലഭ്യമായതിനാൽ ബാക്കിയുള്ള പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ശ്മശാനം പ്രവർത്തനം ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. ശ്മശാനത്തിന്റെ പ്രവർത്തനത്തിനായി മുഹമ്മദ് മൂസിൻ MLA 55 ലക്ഷം രൂപയും MP VK ശ്രീകണ്ഠൻ 50 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴയോരത്ത് നിലകൊള്ളുന്ന ശ്മശാനത്തിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. വാതക ശ്മശാനമാണ് സജ്ജമാക്കുന്നത്. അനുബന്ധ ഉപകരണങ്ങൾ, ശുചിമുറി, പാർക്കിംഗ് എന്നിവ സജ്ജമാക്കാനുണ്ട്. 2 മാസത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കാനാണ് ലക്ഷ്യം. നിലവിൽ പട്ടാമ്പി മേഖലയിലുള്ളവർ ഷൊർണൂർ, ചെറുതുരുത്തി എന്നിവിടങ്ങളിലെ ശ്മശാനങ്ങളാണ് ശവസംസ്കാരത്തിന് ആശ്രയിക്കുന്നത്. പട്ടാമ്പിയിൽ പൊതുശ്മശാനം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ശവസംസ്കാരത്തിനും മരണാനന്തര കർമ്മങ്ങൾക്കും ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരില്ല. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം. ചാസിയ സിൽക്സ്, വളാഞ്ചേരി.